എന്താ ആദ്യേട്ടാ? ഒന്നുമില്ല. ആ അങ്ങനെ അച്ഛന്റെ നക്ഷത്രക്കുട്ടിക്ക് ഒരു ബെസ്റ്റ് കൂട്ടുകാരിയെ കിട്ടി. ആ എന്താ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? പേര് മറന്നുപോയല്ലോ. എന്താ അച്ഛാ ഇത്? അനുക്കുട്ടിയുടെ കൂട്ടുകാരിയുടെ പേര് ശ്രീമോള്. ഓ ശ്രീമോള്. ശ്രീമോള് നമ്മുടെ അനുക്കുട്ടി പോലെ തന്നെയാ. പെട്ടെന്ന് ആരോടും കേറി കമ്പനിയാവും. കമ്പനി ആവണമല്ലോ. ഇവൾ അച്ഛന്റെ പൊന്നും കട്ടയല്ലേ? ഓ അച്ഛന്റെ ഒരു പൊന്നും കട്ട. കൂടുതലങ്ങ് പൊന്നരിക്കണ്ട അവളെ. എന്താടി പുന്നരിച്ച? മോളെ അമ്മ പറയുന്ന കേട്ടില്ലേ? എന്റെ പൊന്നിനെ കൂടുതൽ പുന്നരിക്കണ്ടെന്ന്. പെണ്ണിന് പാര പെണ്ണ് തന്നെയാ. ഓ അച്ഛ അനുക്കുട്ടിയെ ഏറെ സ്നേഹിക്കുന്നോണ്ടുള്ള അസൂയ അമ്മയ്ക്ക്. അമ്മയോട് സ്നേഹം കുറഞ്ഞു പോവില്ലേ? ആഹാ കൊള്ളാലോ നീ. ചെറിയ വയലിൽ വലിയ വർത്താനം വേണ്ട കേട്ടോ. എന്റെ അമൃതേ, കുഞ്ഞു ഒരു വലിയ വർത്താനം പറഞ്ഞില്ല. കുസൃതി കാട്ടാത്ത കുഞ്ഞുങ്ങളെ ഓമനിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ളവര് വെറും പാവകളായിരിക്കും. കുസൃതി ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. നമുക്ക് പോയി ബോർഡിങ്ങിൽ നിന്ന് ലെവനെ കൂടി കൊണ്ടുവന്നാലോ? അനിരുദ്ധിനെയോ? അതെ. ഈ ആനന്ദ നിലയത്തിൽ എന്തൊരു ഉത്സവമായിരിക്കും. അച്ഛൻ പിന്നെ കമ്പനിയിലും പോവില്ല. ഈ വീട് ഇതുങ്ങള് രണ്ടും കൂടി പൊളിച്ചടുക്കും. വേണ്ട, എന്തായാലും ഒരു കൊല്ലം കൂടി അവൻ ബോർഡിങ്ങിൽ തന്നെ നിൽക്കട്ടെ. സത്യം പറഞ്ഞ മാതാപിതാക്കൾ കുട്ടികളെ കൂടെ നിർത്തി വളർത്തണമെന്നാ എന്റെ അഭിപ്രായം. സ്കൂളിലെ ഡിസിപ്ലിനും മറ്റും പഠിപ്പിക്കാൻ വേണ്ടി ബോർഡിങ്ങിൽ കൊണ്ട് തള്ളുന്നത് ശരിയല്ല. മക്കളെ മാതാപിതാക്കൾ തന്നെ സ്നേഹിച്ചു വളർത്തണം. അവർക്ക് മനസ്സിൽ സൂക്ഷിച്ചു വെക്കാനുള്ള നല്ല ഓർമ്മകൾ കൊടുക്കണം. നമ്മുടെ സ്നേഹം അനുഭവിച്ച് അവർ വളർന്നാലേ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടൂ. കടമ പോലെ മക്കളെ വളർത്തി വലുതാക്കി വിടുമ്പോഴാണ് അവരും കടമ പോലെ മാതാപിതാക്കളെ കൊണ്ടുചെന്ന് വൃദ്ധസദനത്തിലാക്കുന്നത്. ഓ ആദ്യേട്ടൻ ഇത് എവിടം വരെ എത്തി? അച്ഛാ, ഇന്ന് ശ്യാമാന്റി എന്നെ വഴക്കു പറഞ്ഞു. അയ്യോ, ശ്യാമാന്റി എന്റെ മോളെ വഴക്കു പറഞ്ഞോ? അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതമാണല്ലോ. അതും അനുക്കുട്ടിയെ ഞാനിത് വിശ്വസിക്കില്ല. വഴക്ക് പറഞ്ഞു, സത്യമാ. ആണോ? അതെ ആദ്യേട്ടാ, ശ്യാമ അതറിയാതെ പെട്ടെന്ന് പറഞ്ഞതാ. അവൾക്ക് എന്തോ വല്ലാത്ത ടെൻഷനുണ്ട്. എങ്ങനെ ടെൻഷൻ ഇല്ലാതിരിക്കും? ആ ഐശ്വര്യാണെങ്കിൽ ഏത് നേരം ഇരച്ചരിച്ച് അവളുടെ പിന്നാലെ തന്നെയല്ലേ. ഇതൊന്നും അല്ല ആദ്യേട്ടാ, ശ്യാമ എന്തോ ഒരു കാര്യം അലട്ടുന്നുണ്ട്. അത് അവളൊട്ട് പറയുന്നുമില്ല. എന്റെ ദൈവമേ, റെക്കോർഡിംഗ് എന്താകും, അവിടെ എങ്ങനെയൊക്കെ ആകുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മനസ്സിനകത്തൊരു തീക്കടൽ ഇരമ്പുക. എത്ര നേരമായി? ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? മനസ്സ് ടെൻഷൻ കൊണ്ട് കത്തുക മമ്മി. അതാ ഡ്രസ് ചെയ്യാൻ എത്ര താമസം. ലോകമെമ്പാടും അറിയപ്പെടുന്ന പാട്ടുകാരി ആവണമെങ്കിലേ കുറച്ച് ടെൻഷനൊക്കെ അനുഭവിക്കണം. ഈ ടെൻഷൻ നമ്മളെ ഒരു വലിയ സന്തോഷത്തിലേക്ക് എത്തിക്കും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ടെൻഷനാണ് എനിക്കിപ്പോ. അവള് കൃത്യസമയത്ത് സ്റ്റുഡിയോയിൽ എത്തുമെന്ന എന്റെ ആദ്യത്തെ ടെൻഷൻ. അവള് കൃത്യസമയത്ത് തന്നെ വേഷം മാറി സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കും. നീ അക്കാര്യത്തിലൊട്ടും പേടിക്കണ്ട. രണ്ടാമത് ആ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഈ കള്ളത്തരൊക്കെ കണ്ടുപിടിക്കുമെന്ന എന്റെ പേടി. എന്റെ മോളെ, നിന്റെ മമ്മി ഈ GS അരുന്ധതി അത്ര പൊട്ടിയൊന്നുമല്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിനക്കതിലൊന്നും ഒരു പേടിയും വേണ്ട. അതല്ല മമ്മി, വിവേകിന്റെ മുന്നില് നമ്മൾ എന്ത് ചെയ്യും? അതാ പറഞ്ഞത്, ഗാനഭൂഷണം മാത്രമല്ല ഞാൻ, ബുദ്ധിരാക്ഷസിയാ ഞാൻ, ബുദ്ധിരാക്ഷസി. നീ ധൈര്യമായിട്ടിരിക്കേ. നീ വാ വാ. എന്റെ അമ്പാടി കണ്ണ, ഭഗവാനെ, ഗുരുവായൂരപ്പ,
ഞാൻ അഖിൽ സാറിനോട് കള്ളം പറഞ്ഞെങ്കിലും മനസ്സിന് ആ പഴയ ഭാരമില്ല. ഇന്ന് എന്തൊക്കെയോ പ്രത്യേകതയുള്ള പോലെ തോന്നുന്നു. സാർ അറിയാതെയാണെങ്കിലും സാറിനോട് മാപ്പ് ചോദിച്ചപ്പോ മനസ്സിനൊരു സ്വസ്ഥത. എന്റെ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തി തരണേ ഭഗവാന്. ശ്യാമാൻറ്റി, ആഹാ, മോളോ? ശ്യാമാൻറ്റി പ്രാർത്ഥിക്കായിരുന്നോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞു. എപ്പോഴും ഇങ്ങനെ കൃഷ്ണനെ പ്രാർത്ഥിച്ചാൽ കൃഷ്ണൻ അതൊരു ശല്യാവില്ലേ? ഭഗവാൻ കൃഷ്ണൻ ഈ ലോകത്തുള്ള എല്ലാരും രക്ഷിക്കുന്ന ദൈവ. പ്രാർത്ഥിച്ച അതിനുള്ള പരിഹാരം കണ്ടെത്തി തരും. ആ, അതൊക്കെ പോട്ടെ. ആന്റി എന്തിനാ ഇന്നലെ അനുക്കുട്ടിയെ വഴക്ക് പറഞ്ഞത്? അനുക്കുട്ടിക്ക് എന്തോരം വിഷമമായെന്നറിയാവോ? എന്റെ പൊന്നു ചക്കരെ, സോറി മോളെ. ഓർക്കപ്പുറത്ത് വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ശ്യാമാന്റി വേറൊരു ടെൻഷനിലായിരുന്നു. സോറി മോളെ. ഇനി എന്റെ പൊന്നിനെ ആന്റി ഒരിക്കലും വഴക്ക് പറയില്ല, ഒരിക്കലും. അതുപോലെ അങ്ങനെ വേണം നല്ല കുട്ടികള്. ശ്യാമേ, നിനക്കെന്തോ തക്കതായ കാരണത്താൽ ഒരു ടെൻഷനുണ്ട്. ശത്രുക്കളോട് പോലും മുഷിഞ്ഞൊന്നും പറയാത്ത നീ കൊച്ചുകുട്ടിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അതറിയാതെയാണ്, പക്ഷെ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. ഏയ്, ഒന്നുമില്ല ഏട്ടത്തി. ഒന്നുമില്ലെന്ന് നീ പറയുമ്പോഴും എന്തോ ഉണ്ടെന്ന് നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട്. അത് അതേട്ടത്തിക്ക് തോന്നുന്നതായിരിക്കും. ശ്യാമേ, നീ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുകയോ തെറ്റിന് കൂട്ടുനിൽക്കുകയോ ചെയ്യില്ലെന്ന് നിന്റെ എതിരാളികൾക്ക് പോലും അറിയാം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയോ മറ്റോ ആയിരിക്കും നീ ചെയ്യുന്നത്. പക്ഷേ അത് നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പ്രശ്നങ്ങൾ എന്തായാലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന്, അങ്ങനെ സമാധാനം കണ്ടെത്തണമെന്നും. ഏട്ടത്തി, എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ അമൃതേട്ടത്തിയോട് പറയില്ലേ? നിനക്കെന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നീ എന്നോടൊന്നല്ല ആരോടും പറയുന്നില്ല. അതാണ് സത്യം. ഒന്നുമില്ല ഏട്ടത്തി. ശ്യാമേ, നീ ഇപ്പൊ എവിടെയാ പോകുന്നേ? അത് എനിക്കൊന്ന് വീട് വരെ പോണം. വളരെ അത്യാവശ്യം. അനുക്കുട്ടി, ശ്യാമാൻറ്റി പോയിട്ട് വരാട്ടോ. പോയിട്ട് വരാട്ടത്തി. ശ്യാമേ, നീ എന്തായാലും പോയിട്ട് വാ. നീ എല്ലാം എന്നോട് തുറന്നു പറയണം എന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷേ ഒരു കൊച്ചു കള്ളമാണെങ്കിലും നീ അത് അഖിലിനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. നീ കരയാതിരിക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നത്. കേട്ടാ നിനക്ക് കൊള്ളാം. നിക്കടെ അവിടെ. അമ്പ് തൊടുത്തു വിട്ട പോലെ എങ്ങോട്ടാ നീ പായുന്നേ? എന്താടി, നാക്കിറങ്ങിപ്പോയോ? മറുപടി പറയാതെ ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. മുഖലക്ഷണം കണ്ടാലേ അറിയാം എന്തോ കള്ളത്തരം കാണിക്കാൻ പോവാന്ന്. അത് ഒരു അത്യാവശ്യ കാര്യമുണ്ട് ഏട്ടത്തി. അപ്പോ അതിനുവേണ്ടി പോവാ. നിനക്കൊക്കെ എന്ത് അത്യാവശ്യ കാര്യമാണെടി? 4 നേരവും മൂക്കുമുട്ട തട്ടണമെന്നുള്ള ഒരേ ഒരു വിചാരമല്ലാതെ വേറെ എന്തെങ്കിലും വിചാരം ഉണ്ടോടി നിനക്ക്? ഐശ്വര്യടുത്ത് കളിയാക്കുമ്പോഴും ചീത്ത വിളിക്കുമ്പോഴും ഞാൻ മിണ്ടുന്നില്ല എന്ന് കരുതി എന്തോ അങ്ങ് പറയാന്ന് വിചാരിക്കരുത്. ചീത്ത വിളിച്ച നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യൂന്ന്? എന്നെ ആനന്ദ നിലയത്തിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതേ നല്ല അന്തസ്സായിട്ടാ. അല്ലാതെ
നിന്നെപ്പോലെ എങ്ങനെയെങ്കിലും കെട്ടിക്കേറി വന്നതൊന്നുമല്ല. ഞങ്ങളൊക്കെ നല്ല തറവാട്ടുകാരാ, അല്ലാതെ നിന്നെപ്പോലെ തെരുവിൽ പിറന്നവളൊന്നുമല്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഐശ്വര്യ എന്തിനാ ഏത് നേരവും ശ്യാമയുടെ അടുത്ത് വഴക്കിന് ചെല്ലുന്നത്? അത് ശരി. അല്ലെങ്കിലും അമൃതേടത്തേക്ക് ഇവളുടെ പക്ഷം ചേർന്നാലല്ലേ തൃപ്തി വരൂ. ഐശ്വര്യ, ഞാൻ ഇവിടുത്തെ മരുമകളാ. ഈ വീട്ടിൽ അന്യായം ആര് കാണിച്ചാലും അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല. അതാരായാലും ഞാൻ തുറന്നു പറയും. ന്യായത്തിന്റെ ഭാഗത്ത് മാത്രം ഞാൻ നിൽക്കൂ. ഓ, അങ്ങനെയാണോ? ആയിക്കോട്ടെ. ഞാനൊരു ദുഷ്ടത്തിയൊന്നും അല്ല ഐശ്വര്യ. ഒന്നാം തരം കുടുംബസ്ഥയാ. എനിക്കുമില്ലേ എന്റേതായ ശരികൾ. ചിലത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് ഞാനൊരു പാവമാണെന്ന് ആരും വിചാരിക്കണ്ട. നീ പോയിട്ട് വാ ശ്യാമേ. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. താങ്ക് യു സർ. മാഡം, എല്ലാവരും ഉടനെ വരും. നിങ്ങൾ അകത്തേക്ക് ഇരുന്നോളൂ. ശരി. ചെല്ലു. നന്നായി പാടുന്ന കുട്ടിയാ, നല്ല ടാലന്റഡാ. മോളെ, ടെൻഷൻ അടിച്ച് ഞാൻ മരിച്ചു പോകുന്ന എനിക്കിപ്പോ ഭയം മമ്മി. ഞാനില്ലേ കൂടെ? ആര് കൂടെ ഉണ്ടായിട്ട് എന്താ മമ്മി കാര്യം? ലോക കള്ളത്തരല്ലേ നമ്മൾ കാണിക്കാൻ പോകുന്നത്? ചിലപ്പോ തോന്നും നമ്മളെക്കാൾ ഫ്രോഡുകള് ഈ രാജ്യത്ത് തന്നെ ഇല്ലെന്ന്. വെട്ടിപ്പിടിച്ച് മുന്നേറണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം മോളെ. എനിക്ക് ഈ കാര്യത്തില് കുറ്റബോധം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എങ്ങാനും പിടിക്കപ്പെട്ട എന്തായിരിക്കും എന്റെ അവസ്ഥ? ആരും പിടിക്കാനും തളയ്ക്കാനും ഒന്നും വരില്ല. എല്ലാ കെട്ടും കെട്ടിയിട്ടാ ഞാൻ ഈ വരവ് വന്നിരിക്കുന്നത്. ആ മ്യൂസിക് ഡയറക്ടർ എന്ന കാലന് 4 വരെ എന്നെ കൊണ്ട് ലൈവായിട്ട് പാടിക്കണമെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം കുഴയില്ലേ? സ്റ്റുഡിയോയിൽ നിന്ന് മാരത്തോൺ ഓട്ടോ ഓടേണ്ടി വരും. മോളെ. മാഡം, ടെൻഷൻ അടിക്കണ്ട. ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. വരും മാഡം. വാ വാ. വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മിസ് മയ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സർ. നമസ്കാരം. മലയാളത്തിലെ സൂപ്പർ സംഗീത സംവിധായകനായ ദേവാനന്ദ് സാറിന്റെ പാട്ടിലൂടെ അരങ്ങേറ്റം കുറിക്കുന്ന വിസ്മയ എന്തുകൊണ്ടും ഭാഗ്യവതിയാണ്. ദേവാനന്ദൻ സാറിന്റെ കാലിൽ തൊട്ട് വീഴുന്ന അനുഗ്രഹം വാങ്ങിച്ചോളൂ. മോളെ ചെല്ല്, ചെന്ന് അനുഗ്രഹം വാങ്ങിക്കും. ഓ, ഈ യൂസ്ലെസിന്റെ ഒക്കെ കാലിൽ തൊട്ട് തൊഴേണ്ട ഗതികേട് എനിക്ക് വന്നല്ലോ. ദേവാനന്ദ് സാർ അനുഗ്രഹിച്ചവരെല്ലാം ഗോപുര നടകൾ കയറി അങ്ങ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതെ അതെ, സത്യമാണ്. ഇത്രയേറെ കഴിവുകൾ ഉണ്ടായിട്ടും എന്താ സിനിമയിലേക്ക് വരാൻ വളരെ വൈകിയത്? പലരും വിളിച്ചതാണ്. ആ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഒന്നും വിസ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ലെന്നേ. എന്നെ അറിയാലോ അല്ലേ? ഇല്ല, അറിയില്ല. നമ്മളാരാ? ഞാൻ അരുന്ധതി, ഗാനഭൂഷണം GS അരുന്ധതി. എന്റെ സംഗീത കച്ചേരിയൊക്കെ വളരെ പ്രസിദ്ധോ. സോറി, ഞങ്ങൾ കേട്ടിട്ടില്ല. വിസ്മയുടെ അമ്മയാ. കണ്ടാ വിസ്മയുടെ ചേച്ചിയാണെന്നേ തോന്നിയുള്ളൂ. ഇതൊരു ചാനൽ ഇന്റർവ്യൂ ആണ്. സോറി മാഡം. പാടാൻ പോകുന്ന പാട്ടുകൾ ഹിറ്റാവൂന്ന് വിശ്വാസമുണ്ടോ? 100% എനിക്ക് ഉറപ്പാ. വെരി ഗുഡ്. വിസ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. മലയാള സിനിമയിലെ സൂപ്പർ സംഗീത സംവിധായകന്റെ പാട്ട്, മലയാളത്തിലെ ഹിറ്റ് സിനിമകളുടെ സംവിധായകന്റെ പുതിയ സിനിമ നിർമ്മിക്കുന്നതോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ കമ്പനി കാരണവരായ പ്രൊഡ്യൂസറും.
തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ നായികയാവും ഈ പാട്ടുപാടി സിനിമയിൽ അഭിനയിക്കുന്നത്. സൂപ്പർ സ്റ്റാറുകളുടെ പേജിലൂടെ ഈ പാട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. മലയാള സിനിമയിലെ പിന്നണി ഗായികയായുള്ള വിസ്മയുടെ എൻട്രി അതിഗംഭീരം. വിസ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. എല്ലാവരോടും കൂടി ഈ സിനിമ വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇനി പാട്ടിന് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ശരി ശരി മാഡം. ദൈവമേ, ഞാനൊരു വരി പാടിയ മുഴുവൻ പിച്ചൗട്ടും വെള്ളിയുമാണെന്നും പാടുന്നത് അവളാണെന്നും ഇവരറിഞ്ഞ ഒറ്റയടിക്ക് ഇവരെന്നെ കൊല്ലും. പിന്നെ ഞാനൊരു പെട്ടിയില്. ഓ ഈശ്വരാ. മോളെ ആ ദാ വരുന്നു മമ്മി. ശ്രീമോളെ കണ്ടില്ലല്ലോ അമ്മേ. നേരത്തെ വന്നു കാണും. നേരത്തെ വന്നെങ്കിൽ എന്നെയും കാത്തിവിടെ നിൽക്കും. ഞാൻ വരാതെ അകത്തേക്ക് പോവില്ല. അങ്ങനെയാ ഞങ്ങൾ തമ്മിൽ പറഞ്ഞിരിക്കുന്നേ. ദേ അമ്മേ, ശ്രീമോള് വന്നു. ഇറങ്ങു മോളെ. വാ. നീ വരുന്നുണ്ട്. ആന്റി, അനിക്കുട്ടി, ഇതാണ് എന്റെ അമ്മ. ഇവള് പറഞ്ഞിരുന്നു. എന്നാ നിങ്ങൾ പോയിക്കോ. ബൈ. ടാറ്റാ. എന്റെ പേര് അശ്വതി. എന്റെ പേര് അമൃത. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?